ഇനി ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ട ബേസിക്കായിട്ട് വേണ്ട കുറച്ച് ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് ഈ ലൈറ്റാണ്. ഇത് ലൈറ്റ് ഫെയറി ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇതെനിക്ക് 4 എണ്ണമാണ് ഒരു പാക്കിൽ കിട്ടിയത്. 200-നുള്ളിലാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം 4 ലൈറ്റും പ്രോപ്പറായിട്ട് കത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നുമില്ല ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു, മാറ്റിയിടാമെന്ന് തോന്നുന്നു. അറിയില്ല, ഞാനിത് യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇച്ചിരി ലൈറ്റിംഗ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇത് കേട്ടോ. എല്ലാവർക്കും മേടിക്കാൻ പറ്റും, അഫോർഡബിൾ ആയ പ്രൈസാണ്, അതുകൊണ്ട് എല്ലാവർക്കും മേടിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ പേസ്റ്റൽ കളേഴ്സിലുള്ള പെയിൻ്റാണ് മേടിച്ചത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, വിട്ടുപോയി. ഞാനത് ലിങ്ക് കൊടുക്കാം കേട്ടോ താഴെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി എല്ലാത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ. ഇതിൽ ഈ പേസ്റ്റൽ കളേഴ്സ് നമുക്ക് എപ്പോഴും ഒരു എസ്തറ്റിക് ലുക്ക് തരും. അത് കാരണം ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു 6 ഷെയ്ഡ് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഇതല്ലാതെ ഞാൻ കുറച്ച് നമ്മുടെ സാധാരണ കളേഴ്സും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും 6 കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിലെനിക്ക് തോന്നി ഇതിൻ്റെ ബോട്ടിൽ ഭയങ്കര സ്മോളാണ്, ക്വാണ്ടിറ്റിയും കുറവാണ്. പക്ഷെ നമ്മൾ പേസ്റ്റൽ കളേഴ്സ് മേടിച്ചതിൽ ബോട്ടിൽ വലുതുമാണ്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷെ കുഴപ്പമില്ല, പക്ഷെ നല്ല സ്മോളാണ് ബോട്ടിൽ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു പ്രൈസിന് നമുക്ക് ഇതൊക്കെ വർത്താണ്, ഇതൊക്കെ പ്രതീക്ഷിച്ചാലും മതി നമുക്ക്. ഒരുപാടൊന്നും ഈ റേറ്റിന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ 12 ഷെയ്ഡ് വരുന്ന വലിയ പാക്കും ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ സ്മോൾ മേടിച്ചെന്നേ ഉള്ളൂ. ഈ ഐസ്ക്രീം സ്റ്റിക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര തിന്നാണ്. പിന്നെ ഈ 2 ലെയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഓർഡർ എടുത്തപ്പോൾ ഞാൻ ഒറ്റ ലെയർ ആണെന്ന് വിചാരിച്ചത്. പക്ഷേ 115 രൂപയ്ക്ക് ഈ 2 ലെയർ കിട്ടിയ ലാഭം തന്നെയാണ്. പക്ഷേ തിന്നായതുകൊണ്ടുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നി. ഭയങ്കര തിന്നാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോവായിരിക്കും ചിലപ്പോൾ, അറിയില്ല. എന്തായാലും ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് പറയാം. പക്ഷെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഭയങ്കര തിന്നാണ് സാധനം, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ക്രേപ്പ് പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇതിലും എനിക്ക് എല്ലാത്തിലും കുറ്റം പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. 250 രൂപയാണ്, 10 കളറേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് റേറ്റ് കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി. കാരണം 10 കളറേ ഉള്ളൂ, 250 രൂപയാണ്. പിന്നെ നമ്മുടെ സാധാരണ ക്രേപ്പ് പേപ്പർ പോലെ ഇത് സ്ട്രെച്ച് ചെയ്യത്തില്ല, ഒരുപാട് അങ്ങോട്ട് വലിയത്തില്ല. അത്യാവശ്യം കുറച്ചൊരു സ്ട്രെച്ച് വരും, അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പോൾ എനിക്ക് 250 രൂപ ഇച്ചിരി കൂടുതലല്ലേ എന്ന് തോന്നി. പിന്നെ ക്വാണ്ടിറ്റിയും കുറവാണ്, ചെറിയ റോളാണ് എല്ലാതും. 10 കളറുണ്ട്, പക്ഷേ റോളൊക്കെ ചെറുതാണ്. പിന്നെ വലിയതായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുമില്ല, അപ്പോൾ എനിക്കിത് അത്ര ഇഷ്ടമായില്ല. ഇനി കുറച്ച് ത്രെഡാണ്. ത്രെഡ്സ് ഞാൻ മേടിച്ചതിൽ 12 കളർ വരുന്നുണ്ട്, 12 കളർ സെറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. 200 രൂപയാണ് വരുന്നത്. 200 രൂപയ്ക്ക് കുഴപ്പമില്ല, എല്ലാ കളേഴ്സും ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ കളേഴ്സും ഉണ്ട്. അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഒരു സ്റ്റീലിൻ്റെ എനിക്ക് തോന്നി ക്രോഷറ്റൊക്കെ ചെയ്യണ ആണെന്ന് തോന്നുന്നു. പക്ഷെ മൊത്തത്തിൽ കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് മേടിച്ചിട്ടുണ്ട്. അത് 138 രൂപയാണ്. 10 കളറുണ്ട്. ആ 10 കളറും 10 ഷീറ്റും വരുന്നുണ്ട് കേട്ടോ. 10 കളറിനും 10 ഷീറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഒരു കളറും ഇല്ല, റെഡ് ഗ്രീനും ഒന്നുമില്ല. അതുകൊണ്ട് ഇത് നിങ്ങളാരും മേടിക്കണ്ട കേട്ടോ, എനിക്കിഷ്ടമായില്ല.